ഇത് നമ്മൾ 4,45,000 ചോദിച്ചിട്ടുണ്ട്. 4,45,000 ചോദിക്കുന്നു മാത്രം. അതെ, കുറച്ച് കുറച്ച് ഇനി ലോണൊക്കെ ആണെങ്കിലോ ഏകദേശം ഒരു 4,20 ഒരു 30 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് 4,85,000 കൊടുക്കാം. 4,85,000 19 മോളില് വീഡിയോ ഉണ്ട്. വീഡിയോ ഡീസൽ വണ്ടിയാണ്. 20ന്റെ മേലെ മൈലേജും കിട്ടും. 4,80,000 കൊടുക്കാം. RMB ലോ കിലോമീറ്റർ ഒന്നെന്തായാലും കുറച്ചും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 23 മോളിൽ എത്ര ചോദിക്കണം നമ്മള്? ഇത് നമ്മൾ 4,65 ചോദിക്കണ്ട. അത് മാക്സിമം കുറച്ച് കൊടുക്കണ്ട. റേറ്റ് ചോദിക്കണ നോക്കണ്ട, നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക് എത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മൾ 3,15 ചോദിക്കണം. 3,15,000 ചോദിക്കണ്ടേ? 5,40,000 ചോദിക്കണം. അത് ചോദ്യം മാത്രമാണ്. ചോദ്യം മാത്രം. നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 5 റുപ്യ വരെ ലോണും കിട്ടും. കയറും. പറക്കൽ ജില്ല കഴിഞ്ഞാൽ ഒരു 10,20,000 30,000 മുടക്കിൽ വണ്ടി നല്ല അടിപൊളി ഓഫറിലാണ്. കണ്ടമാനം ചെറുവണ്ടികളും വലിയ സ്റ്റോക്ക് കൂടുതൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കൂടുതൽ സെക്കൻഡ് ഓണർഷിപ്പ്, പിന്നെ കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം. അതെ, ഫുൾ ഓണിൽ ഓട്ടോമാറ്റിക് കൊടുക്കാം. 20 റുപ്യ മുടക്കില് 40 മുടക്കിലും ഒക്കെ ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. ഒരുവിധം വണ്ടികളൊക്കെ അങ്ങനെ കൊടുക്കാൻ മതി. അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് പോളോ കിടിലം പീസ് ലോ കിലോമീറ്റർ വണ്ടി. അതെ, ഗ്യാരണ്ടി കൊടുക്കും. ഗ്യാരണ്ടി കൊടുക്കാം. ലോ കിലോമീറ്റർ ആകെ 71,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് അരിപ്ര സ്കൂൾ പടി. പാലക്കാട് റോഡില് മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് അരിപ്ര സ്കൂൾ പടി. ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ലൊക്കേഷൻ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഒക്കെ നമ്മൾ ഗ്യാരണ്ടിയാ പറഞ്ഞേ കൊടുക്കുള്ളൂ. പിന്നെ ഓല് വരുമ്പോ ചെക്ക് ചെയ്ത് ഇനിയിപ്പോ വരാൻ കയ്യിൽ എത്തിച്ചു കൊടുക്കും. ആൾക്കാരുടെ ഫിനാൻസ് ഉണ്ട്. ഓരോ പരിപാടിയും പഠിച്ചിട്ടുണ്ട്. അതെ, വന്നു കഴിഞ്ഞ ധൈര്യത്തോടെ നമ്മളെ വണ്ടി കൊടുക്കും ചെയ്യാം. ഓൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണം നമ്മളെ ചെയ്ത് കൊടുക്കും. അതാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പോയി പരിചയപ്പെടാം. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകല്ലേ? അഷ്റഫ് ഖാൻ നല്ല അടിപൊളി ഓഫറിൽ കണ്ടമാനം ചെറുവണ്ടികളും വെല്ലുവിളികളും ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഓഫറിൽ കൊടുക്കും. ഫുൾ ഓൺ കൊടുക്കും. ഫുൾ ഓൺ കൊടുക്കാൻ ഒരുപാട് വണ്ടികളുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികൾ ഉണ്ട്. ഫുൾ ഗ്യാരണ്ടി വണ്ടി ആൾക്കാരും വന്നാൽ മതി. അതാണ് ഇനി വരാൻ കഴിയുന്ന ആൾക്കാരെ ഡെലിവറി കൊടുക്കും. അതെ, ആദ്യം അടിപൊളി ഡീസൽ സ്വിഫ്റ്റ് തന്നെ ആയിക്കോട്ടെ. കേരള നമ്പറായ വണ്ടി അല്ലേ? കേരള നമ്പറായ വണ്ടി 2019 മോഡൽ വീഡിയോ ഉണ്ട്. 19 മോഡലാണ്. വീഡിയോ ആണ്, ഡീസലാണ്. അഡീഷണൽ അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല. കിടിലം വണ്ടില്ലേ? ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. എത്ര ഓടിക്കണെന്നാല്? ഇത് 1,20 ഓടിയിട്ടുണ്ട്. 1,20,000 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളുള്ള വണ്ടി. അതുകൊണ്ട് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. അതെ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ, ഇന്ത്യൻ ഭാഗം നോക്കണല്ലോ. അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇതിന് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാറിക്കണോ? അഡീഷണൽ അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല. ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് 3rd ഓണർഷിപ്പിലാണ് നിലവിലുള്ള. നമുക്ക് 4,85,000 കൊടുക്കാം. 4,85,000 19 മോളില് വീഡിയോ ഉണ്ട്. വീഡിയോ ഡീസൽ വണ്ടിയാണ്. 20ന്റെ മേലെ മൈലേജും കിട്ടും. ഇപ്പൊ ലോണൊക്കെ ആണെങ്കിൽ ഫുൾ ഓണാണ്. ഏകദേശം ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ. അതെ, അല്ലെങ്കിൽ ഒരു 10,000 മുടക്കിൽ വണ്ടിയൊക്കെ ചെയ്യാം. മൈലേജ് ഉണ്ട്, എല്ലാം കൊണ്ട് ഉഷാറില്ല. ക്വാളിറ്റി വണ്ടില്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടി എക്സ്പ്രസോകളല്ലേ? എക്സ്പ്രസോകൾ ഏത് ഐറ്റം ആണെങ്കിലും ഏതുണ്ട്? ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ തന്നെ മോഡൽ എല്ലാ ഐറ്റം 4 ഐറ്റം മോഡലുണ്ട്. 22, 23 ഒക്കെ ഉണ്ട്. ഒക്കെ സ്റ്റോക്ക് അറിയണോ? ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. ലോ കിലോമീറ്റർ വണ്ടികളുണ്ട്. 13,000 14,000 ഓടിയ വണ്ടി. ഈ ചോപ്പേന മോഡലുണ്ട്. ഇത് 2022 മോഡൽ 13,000 കിലോമീറ്റർ ഓടുള്ളൂ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 13,000 ക്ലീൻ പീസ് ആണ്. ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഗ്യാരണ്ടി കൊടുക്കാം. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉഷാറാണല്ലേ? നല്ല അടിപൊളിയുണ്ട്. ഇത് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ക്വാളിറ്റി കമ്പനി സർവീസ്. ഹിസ്റ്ററിയൊക്കെ ഉള്ളതാണ്. സീറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ? ഷോറൂം നടക്കുന്ന അതേ കണ്ടീഷൻ. ഷോറൂമില് വില കൂടുതലാണെങ്കിൽ നമ്മൾക്ക് വില കുറച്ച് കൊടുക്കൂലേ? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഉണ്ട്. അതെ, അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര വണ്ടിക്ക്? നമ്മൾ 4,45,000 ചോദിച്ചിട്ടുണ്ട്. 4,45,000 ചോദിക്കുന്നു മാത്രം. അതെ, ഇനി ലോണൊക്കെ ആണെങ്കിലോ? ഏകദേശം ഒരു 4,20 ഒരു 30 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വെറും 30,000 മുടക്കില് എക്സ്പ്രസോ 13,000 കിലോമീറ്റർ ഓട്ടാൽ അടിപൊളി. അല്ല, 23 മോളല്ലേ? 23 അല്ല, 22 മോളല്ലേ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് ഏകദേശം 20 എന്തായാലും മൈലേജ് കിട്ടും. 20 എന്തായാലും മൈലേജ് കിട്ടും. അല്ല, XUV ആയിട്ട് പോകല? അതെ. അതേമാതിരി തന്നെ വെള്ള കളർ XUV ആണല്ലോ.
ഇത് 2023 മോഡല് 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. 23 16,000. അത് സിംഗിൾ ഓണർഷിപ്പിലാ? അത് സിംഗിൾ ഓണർഷിപ്പില് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ പീസ് മോഡൽ. ഒരു പരിപാടിയില്ല. 23 2340 നമ്പർ ഉണ്ടല്ലേ? അതെ അതെ. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ? ലിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. അതെ, ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല ഒന്നുമില്ല, ഒരു റീപ്ലേസ്. അങ്ങനത്തെ മാഞ്ഞാളങ്ങളല്ലേ? അങ്ങനത്തെ മാഞ്ഞാളങ്ങളുണ്ട്, ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെ, കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിട്ട് വണ്ടികൾ കൊടുക്കുള്ളൂ. ഇത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന അതേ കണ്ടീഷനിലാണ്. സീറ്റ് കവറൊക്കെ ചെയ്ത ചൊറുക്കാവൂല. കമ്പനി വന്ന അതേപോലെ തന്നെ ചെയ്തില്ല. കസ്റ്റമേഴ്സ് നേരെ വരിക, വണ്ടി ചെക്ക് ചെയ്യുക, വണ്ടി എടുക്കുക. അതെ അല്ലേ? എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്ത് കൊടുക്കൂല, അത് നമ്മളെ ഗ്യാരണ്ടി ഉണ്ട്. അതെ. അങ്ങനെയാണെങ്കിൽ 23 മോളിൽ എത്ര വെക്കണം നമ്മള്? ഇത് നമ്മൾ 4,65 ചോദിക്കണ്ട, അത് മാക്സിമം കുറച്ച് കൊടുക്കണ്ട. ചോദിക്കണോക്കണ്ട, നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. 4,65,000 അതൊരു 25-30 ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് വേറെ 30,000 മുടക്കാം. ചിലപ്പോ ഫുള്ളാന്നെ കയറാം, അല്ലെങ്കിൽ 10,000 20,000 മുടക്കാം. പ്രൊഫൈൽ ഉഷാറായ മാക്സിമം ലോണാണ്. എന്തായാലും 10 രൂപ വല്ല മൈലേജും കിട്ടും. ഇപ്പൊ സീഞ്ചക്ഷക്കാരനെ കയറ്റി ചെയ്യാം. അപ്പൊ ഒന്നും പാടെ പെരും മൈലേജ് ആകണം. അതാണ്. അതേപോലെ അടിപൊളി പ്രശ്നമാണല്ലോ. പ്രസ് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2018 മോഡലുണ്ട്. 18 സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? 20 1155 നമ്പർ ഉണ്ടല്ലേ? ഇതേതാ വീഡിയോ? എത്ര ഓടിക്കണമെന്നാലേ? ഇത് 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം, വേറെ ബോണറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ, ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കാര്യങ്ങൾ അത് ഉഷാറാണ്. എല്ലാം കൂടെ ഉഷാറല്ലേ? എടുക്കുന്നവർക്ക് ഞാൻ വേറെ പണികളൊന്നും എടുക്കണ്ട. ഇല്ലല്ല, ചെറിയ വിലക്ക് നമുക്ക് കൊടുക്കാം. 6,80,000 റുപ്യ കൊടുക്കാം. RMB ലോ കിലോമീറ്റർ വന്നെന്തായാലും കുറച്ചും കൊടുക്കാം. ലോണൊക്കെ എത്ര കയറുമ്പോ? ലോൺ ഏകദേശം ഒരു 50 റുപ്യ വണ്ടി കൊടുക്കാം. ഒരു 50,000 നല്ല അടിപൊളി അതും ഗ്യാരണ്ടി വണ്ടി കൊടുക്കും ചെയ്യാലല്ലേ? ഓൾറെഡി വന്നോണ്ടല്ലേ? ഡീസലാണ് 20 വില മൈലേജും കിട്ടും. അടുത്ത വണ്ടി നിസാന്റെ മൈക്ര അല്ലേ? അതെ, മൈക്ര സിൽവർ കളർ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഗീർ മാറണ്ടപ്പോ? ഓട്ടോമാറ്റിക് CVT ആയിരുന്നു. അപ്പൊ ബാക്ക് ഇറങ്ങൂല. എങ്ങനെ പോയാലും മെച്ചം തന്നെയല്ല. ഗീർ 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്, സർവീസ് ഉള്ള വണ്ടി. ലോക്കലോടെ അതെ അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എത്ര മോഡൽ? ഇത് 2014 മോഡൽ. 14 മോഡല്. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ ഉണ്ട്. SP പ്രീമിയം. അതെ അതെ അതെ. ഓട്ടോമാറ്റിക് ആണ്. ക്ലീൻ പീസ് ഉണ്ട്. ഇന്റീരിയർ കാര്യങ്ങൾ അടിപൊളി വൃത്തിയുണ്ട്. അടിപൊളിയുണ്ട്. ഏകദേശം ഒരു 10-30 റുപ്യ 40 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോണിട്ട് കൊടുക്കും ചെയ്യാം. വെറും 30,000 റുപ്യ ഓട്ടോമാറ്റിക് മൈക്രോ കൊടുക്കാല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു മാസത്തിൽ അടിച്ചാൽ മതില? മാസം അടച്ചാൽ മതി. അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യലോ? ഇല്ല. ഒരു പരിപാടി കാര്യങ്ങളൊന്നും ക്ലീൻ ഉണ്ട്. അതെ. എന്നാ ഓട്ടോമാറ്റിക് എത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മൾ 3,15 ചോദിക്കണം. 3,15,000 ചോദിക്കണ്ടേ? ഓല് വന്ന് വണ്ടി എടുക്കുന്നു കണ്ടാലും കേരളത്തിൽ എവിടെ നമുക്ക് ഡെലിവറിയും കൊടുക്കാം. ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കാം. അതേമാതിരി ഫിനാൻസും കൊടുക്കാം. ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കൂലേ? ഓല് വന്നാൽ മാത്രം. അതെ. ഇതൊക്കെ പ്രൊഫൈലൊക്കെ മാക്സിമം ഫുൾ ആണോ? അതെ അതെ, മാക്സിമം നല്ല പ്രൊഫൈലാണ് നമുക്ക് ഫുൾ ആണ് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ മുടക്കിയാൽ മാത്രം മതി. എന്തെങ്കിലും മുടക്കി എടുക്കാൻ ലാഭം. അതെ അതെ അതെ. ഇതൊക്കെ ഒരു മാസത്തിൽ എത്ര അടവ് വരും? ഇതെന്തായാലും 5 റുപ്യ 6 റേഞ്ചിലേക്ക് അടവ് വരും. 5 റുപ്യ 6 റുപ്യ ആ ലെവലിലാണ് ഒരു മാസം അടവ് വരുള്ളൂ. 5 വർഷത്തിന് കിട്ടും ചെയ്യും അല്ലേ? ഓക്കെ. അതേമാർക്ക് തന്നെ അടിപൊളി അൾട്ടോ 800 ആണല്ലോ. ആൾട്ടോ 800 2020 മോഡൽ സെക്കൻഡ് ഓണർ ഉണ്ട്. 20 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. പൈസ മുടക്കണ്ട, ഫുൾ ഓൺ കൊടുക്കാം. ഒരു ചുണ്ടിന് കൊണ്ട് വന്നാൽ മതി. അതാണ്. എന്നാണ് 20 മോഡലല്ലേ? 20 മോഡൽ. കേരള 71 1427 നമ്പർ. എത്ര ഓടികളെ? ഇത് ഓടിയിട്ടുള്ളത് 70,000 കിലോമീറ്റർ നിലവിൽ ഓടിക്കുന്നുണ്ട്. AC ഫാസ്റ്റ് ചൂടുവാർ വിൻഡ്. സാധാരണക്കാര വണ്ടികളല്ലേ? സാധാരണക്കാര വണ്ടികളാണ്. ഒരു 5,000 റുപ്യ മാസം അടക്കാണെങ്കിൽ മാസം 5,000 മാത്രം അടച്ചാൽ മതി. അങ്ങനെ ഏത് പണക്കാർക്കും കൂലിപ്പണിക്കാർക്കും എല്ലാവർക്കും പറ്റും. എവിടെയും കൊണ്ടുപോയത് സ്പെയർ ഏതും കിട്ടും. അതെ, ഒന്നിനോ ഡിമാൻഡ് ചെയ്യാത്തോണ്ടല്ലേ? ആർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ മാർജിനെ കിട്ടല മതില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര? 2,95,000 റുപ്യ കൊടുക്കും. 2020 വണ്ടിയാണ്. 2,95,000 ഓഫർ കൊടുക്കാണ്. അതെ അതെ. 20 മോളിൽ 2,95,000 റുപ്യ 800 കൊടുക്കും. അത് സിംഗിൾ ഓണർഷിപ്പാ?
സെക്കൻഡ് ഓണർ ഉണ്ട് നിലവിലുള്ളല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. മാസത്തിന് ഒരു 5000 മാത്രം അടിച്ചാൽ മതി. എന്നാ വണ്ടി കൊണ്ടുപോകാം, ഉഷാറായിട്ട് ഉപയോഗിക്കാം. 10-20 രൂപ ലെവലിൽ മൈലേജും കിട്ടും. എന്നാ അടുത്ത വണ്ടി ബലേനുള്ള റെഡ് കളർ. ബലേന റെഡ് അതേപോലെ ലോ കിലോമീറ്റർ വണ്ടിയാണ്, ഡീസലാണ്. ഡീസൽ വണ്ടി. അതിലേറ്റവും ഓപ്ഷൻ അൽഫയുടെ ഓപ്ഷൻ വണ്ടി. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടില്ല. അതെ. ആ പൂജ കഴിഞ്ഞ മമ്മൂട്ടി നമ്പർ ആയില്ല. അതാണ്. ഇത് എത്ര ഓടിക്കണമെന്നാല്? ഇത് ഓടിയുള്ള 84,000 കിലോമീറ്റർ നിലവിൽ ഓടിക്കുന്നുണ്ട്. അതെ. സർവീസ് ഉണ്ടോ? സർവീസ് ഒക്കെ ഉള്ള കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടി. 25-26 സർവീസ് ഉള്ള വണ്ടി അല്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കണു? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളേ. എന്നാ റീപ്ലേസ് ഉണ്ട്? റീപ്ലേസ് 2 ഡോർ റീപ്ലേസ് ഉണ്ട്. ഷോറൂമിൽ നിന്ന് 2 ഡോർ മാത്രമേ ഉള്ളൂ. ഡോർ റീപ്ലേസ് ഷോറൂമിൽ നിന്നാണ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സർവീസ് ഒക്കെ ഉള്ള വണ്ടി. സർവീസ് ഒക്കെ ഉള്ള വണ്ടി. വേറെ മേജർ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നല്ല വൃത്തിയുണ്ടല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞ സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ബലേനൊക്കെ 5,40,000 രൂപ ചോദിക്കും. അത് ചോദ്യം മാത്രമാണ്. ചോദ്യം മാത്രം. നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 5 രൂപ വരെ ലോൺ കിട്ടും. കയറും. കുറക്കൽ ജില്ല കഴിഞ്ഞാൽ 10,20,000-30,000 മുടക്കിൽ വണ്ടി എടുക്കല്ലേ? ആവശ്യക്കാർ വന്നാൽ അതില്ല. ഡീസലാ മാത്രം മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ എന്തായാലും 20 ചുരുങ്ങിയ എന്തായാലും കിട്ടും. മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ചോട്ടി കൊടുത്ത് പോവാല്ലേ? കളിക്കുന്ന ബലേനാണല്ലേ? അതെ. എല്ലാവർക്കും ബലേന റെഡും കൂടിയാണ്. എവിടെയും കാണാത്ത മാത്രം. അതെ. ഡിമാൻഡ് ഉള്ള വണ്ടി അല്ലേ? അതേ മാർക്കാണ്. അടിപൊളി ഹോണ്ട സിറ്റി ആണല്ലോ. ഹോണ്ട സിറ്റി ലോ കിലോമീറ്റർ വണ്ടിയാണ്. 2020 മോഡല് പെട്രോള്. 20 മോഡല് പെട്രോള് ഹോണ്ട സിറ്റി ആണ്. അതെ. എല്ലാം പറക്കുന്ന സാധനം അല്ലേ? സൺറൂഫ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാ? അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഓടിക്കണ? ഇതാകെ 10ന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 10,000 കീപ്പട്ട് ഓടിയിട്ടുള്ളൂ. അതെ അതെ അതെ. ഓ, അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ടാവൂലേ? ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഓണർഷിപ്പ് സിംഗിള്. അതെ. അല്ല, തൈ സപ്പോർട്ട് കാര്യങ്ങള്, ബക്കറ്റ് സീറ്റ് ഒക്കെ കമ്പനി വരില്ലേ? അതെ. റീപ്ലേസ് ഒന്നും ചെല്ലോ? റീപ്ലേസ് ഉണ്ട്. ഇത് ചെറിയ തട്ടി വണ്ടിയാണ്. തട്ടി പണിയെടുത്ത വണ്ടിയാണ്. അത് വന്ന കറക്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഫുൾ ഓണിലാണ് കൊടുക്കാം. ഫുൾ ഓൺ പൈസ കൊടുക്കാം. 8 രൂപന്റെ ചോട്ടിൽ 7,95 നമുക്ക് വണ്ടി കൊടുക്കാം. 7,95,000 ഹോണ്ട സിറ്റി 20 മോഡൽ ചോദിക്കുന്നുണ്ട്. 1 മണി കുറച്ചും കൊടുക്കാം. ലോ കിലോമീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ 10,000 കീപ്പട്ടോടെ വണ്ടി. അതെ അതെ. നീ ഫുൾ ഓൺ ആണെങ്കിൽ ഫുൾ ഓണും കൊടുക്കാം. അല്ലെങ്കിൽ 10,000 മുടക്കി വണ്ടി ഇറക്കും. ഇതൊക്കെ 5 വർഷം 6 വർഷം കിട്ടൂലേ? എന്തായാലും കിട്ടൂലേ? എന്തായാലും ഒരു 10 രൂപേനുള്ളിലേ അടവേലുള്ളൂ. ഇത് എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? മൈലേജ് എന്തായാലും 15ന്റെ ആ റേഞ്ചിലൊക്കെ കിട്ടും. മൈലേജ് പെട്രോൾ ആകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും ഉഷാറായിട്ട് ഓടിക്കല്ലേ? അതേമാതിരി വീണ്ടും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലോ. അത് ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓണിൽ കൊടുക്കാം. ഓട്ടോമാറ്റിക് സ്വിഫ്റ്റില? അതെ അതെ. ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടി. ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. അത് സിൽവർ കളറാണ്. 22 മോഡല്. 22 മോഡൽ അല്ലേ? അതെ. ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ VXi ഓട്ടോമാറ്റിക്. ടയറൊക്കെ 4 പുതിയതാട്ടോ. കടുപ്പുത്തൻ ടയർ. പുത്തൻ ടയർ. നല്ല അടിച്ചാപ്പൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്ത് അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ, അടിപൊളി ചെയ്തിട്ടുണ്ട്. കിടിലം വണ്ടില്ലേ? കിടിലം വണ്ടി. ഗീറും മാറണ്ട, അങ്ങനെ ചോട്ടി കൊടുത്ത് പോയാൽ മതി. റീപ്ലേസ് മതിയോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിയുണ്ട്. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. 22 വണ്ടി നമ്മൾ ആ റേറ്റിന് 6,40,000 രൂപ നമ്മളെ കൊടുക്കുന്നുണ്ട്. 6,40,000 നമ്മളെ വണ്ടിന് കൊടുക്കും. 6,45 നമുക്ക് വണ്ടി 40 നമുക്ക് വണ്ടി എടുക്കാം. 22 മോഡല് നല്ല ഫുൾ ഓൺ കിട്ടും. പൈസ കൊടുക്കണം. അത് വേറെ ഓഫർ കൊടുക്കൂല്ലേ? സ്വിഫ്റ്റായി പഴയ ടൈപ്പ് വണ്ടി എവിടെയും കിട്ടാനല്ല, നമുക്ക് ഓഫർ പ്രൈസ് അടിച്ചു കൊടുക്കാല്ലേ? 6,40 വണ്ടി കൊടുക്കാം. അത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഗിയർ മാറാതെ പോകാൻ പറ്റും വണ്ടി. പൈസ മുടക്കുന്ന ആൾക്കാരെ വന്നാൽ മാത്രം. ഇപ്പൊ വരാൻ കഴിച്ചില്ല ആൾക്കാരെ ഡെലിവറി കൊടുക്കും. ഒരു പടി മേടിച്ചാൽ അതിന് 2,000 ഫിനാൻസും കൊടുക്കും. കൊടുക്കും. അതാണ്. അതേ മാർഗം ഫുൾ ബ്ലാക്ക് സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഡീസൽ വീഡിയോ ആണ്. ബ്ലാക്ക് അഡീഷൻ വണ്ടിയില്ല. അതെ. വല്ലാതെ കാണാത്ത വണ്ടിയില്ലേ? വണ്ടി. അതെ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2019 മോഡലാണ്. സെക്കൻഡ് ഓണർ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ 68,000 ഓടിയിട്ടുള്ളൂ. അതെ അതെ. നല്ല വൃത്തിയുള്ള ബ്ലാക്ക് വണ്ടിയില്ലേ? ബ്ലാക്ക് വണ്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. അതേപോലെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് ഇന്ത്യയിലൊക്കെ അടിച്ചാപ്പൊളി സീറ്റ്. അതേപോലെ ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തു. കവർ ചൊറുക്കാക്കി വണ്ടി. ഇതെത്ര ഓടിക്കണ്ടേ? ഇത് 69,000 കിലോമീറ്റർ ഓടിക്കുന്നത്. നിലവിൽ ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒരു ഡോറും മാറിയിരിക്കണോ? വേറെ മേജർ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ? ഇത് നമ്മൾ 5,40,000 രൂപ കൊടുക്കണം. ചോദ്യം മാത്രം കുറച്ചു. അതെ, എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ഏകദേശം ഫുള്ള് ലോണും കൊടുക്കാം. പൈസ 10, 20 അല്ലെങ്കിൽ 25 അത്ര മുടക്കുള്ളൂ.
14,000 മുടക്കിൽ നമുക്ക് സ്വിഫ്റ്റുകളെ കറക്കാൻ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. ഡീസൽ വണ്ടിയാണ് കേട്ടോ, ഡീസൽ വണ്ടിയാണ്. ഡീസൽ കണ്ണടിച്ച ലോകം മുഴുവൻ ഇറങ്ങാറില്ല. അതാറില്ല അങ്ങനത്തെ വണ്ടിയില്ല, അതും ബ്ലാക്ക് എഡിഷൻ വണ്ടിയില്ല, ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്, ഫുൾ ലോൺ ആണ്. പിന്നെ ഡീസൽ 20 വില എന്തായാലും മൈലേജും കിട്ടില്ല. ആവശ്യക്കാര് പറ്റില്ല, മാക്സിമം ചെയ്ത് കൊടുക്കും. അടുത്ത വണ്ടി പോളോ ക്രോസ് ആണല്ലേ? പോളോ ക്രോസ് റെഡ് കളർ, റെഡ് ആണ് ഡിമാൻഡ് വണ്ടി. അത് സിംഗിൾ ഓണർ 71,000 കിലോമീറ്റർ ആകോടി കറക്റ്റ് സർവീസ് ഇസ്റ്ററിലെ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 71,000 ഓടി പോളല്ലേ? അത് ടയർ കണ്ട കടുമ്പുത്തുണ്ടായ തൊട്ടിട്ടില്ല, ഇട്ടിട്ടുള്ളൂ. അതേപോലെ നല്ല സീറ്റ് കവറൊക്കെ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. അത് നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്ത് ഉഷാറാക്കി. അത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു തട്ടോ പൊട്ടോ ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ക്വാളിറ്റി ഗ്യാരണ്ടി റെഡ് വണ്ടി റയർ പീസ് ആണ്. അതെ, അത് പോളോ ക്രോസ് ആണ്. ഫുൾക്കട്ട് ടയർ ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് 71,000 ഓടിയിട്ടുള്ളൂ. അതെ, ഫുൾ ഗ്യാരണ്ടി നമ്മൾ പോളോ കൊടുക്കും. ആദ്യം വരുന്നവർക്ക് നമ്മൾ വണ്ടിയാണ് കൊടുക്കൂല, ആദ്യം ഫസ്റ്റ് ഇപ്പൊ കയറിയ വണ്ടിയാണ്. ഇപ്പോൾ കയറിയിട്ടുള്ളൂ. അതിലല്ലേ തന്നെ. അതെ, എങ്ങനെയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 4,75,000 രൂപ, 4,45,000 രൂപ കൊടുക്കും. 71,000 മുടക്കണേ ബാക്കി ലോൺ കൊടുക്കും. വേറെ 50,000 മുടക്കണേ ബാക്കി ലോൺ കൊടുക്കും. 50,000 അത് സിംഗിൾ വളരെ ലോ കിലോമീറ്റർ ഉണ്ട്, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, സിംഗിൾ ഓണർഷിപ്പ് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പൊ നമ്പർ നോക്കുകയാണെങ്കിൽ ഡീസൽ എന്തായാലും 20 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. റോക്കറ്റ് പോകുമ്പോൾ റോഡിലൂടെ പോകണം, വണ്ടിയൊക്കെ നോക്കണം, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി വീണ്ടും ഒരു റെഡ് കളർ എക്സ്പ്രസ് ആണ്. കിടിലം വണ്ടിയില്ലേ? കിടിലം വണ്ടി. എങ്ങനെ മോഡൽ? 2022 മോഡൽ. 2022 മോഡൽ എക്സ്പ്രസ് ആണ്, റെഡ് കളറാണ്. സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഏകദേശം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഫുൾ ലോൺ കൊടുക്കും. ഫുൾ ലോൺ കൊടുക്കും. പൈസ മുടക്കണ്ട. മാസത്തിൽ 5,000-6,000 വണ്ടി ഉണ്ടാകല്ലേ? VXI പ്ലസ്. VXI പ്ലസ് ആണ്. നല്ല കിടിലം വണ്ടില്ലേ? അത് നമുക്ക് 4 രൂപ ചോട്ട് കൊടുക്കാം. 4,00,000 ചോട്ട് കൊടുക്കാം. 3,75,000 രൂപ കൊടുക്കാം. വണ്ടി കൊടുക്കാം. വണ്ടി കൊടുക്കാം, അതും ഫുൾ ലോണില്. ഫുൾ ലോണ് പൈസ മുടക്കും വേണ്ട. സിംഗിൾ ഓണർ വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിക്കണം. 90,000 ഓടിക്കണം. 90,000 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ ഭാഗം ഉഷാറാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. സർവീസ് അങ്ങനെ ഓടിയാൽ മതി. മാരുതി വണ്ടിയല്ലേ? അതാണ്. എണ്ണടിച്ചോടെ മാത്രം മതി. XUV ആണ്, മുമ്പൊക്കെ നല്ല കണ്ടിരുന്ന് പോവുകയും ചെയ്യാം. നല്ല പറ്റിയ കളറ് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. അതാണ് ലേഡീസിനെ പറ്റിയ വണ്ടിയില്ല. എത്ര നമ്മൾ ചോദിക്കണ? ഇത് നമ്മള് 3,85,000 കൊടുക്കാം. 3,85,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് എക്സ്പ്രസ് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ഉറപ്പ് മുടക്കും വേണ്ട. മുടക്കും വേണ്ട. മാസം 5,000 കുറച്ചും കൊടുക്കാം. അത് വേറെ ഉണ്ടോ? കുറച്ചും കൊടുക്കാം. വെണ്ണ കുറക്കൽ വേറെ ഉണ്ട്. അപ്പൊ ലാഭം പോലെ ലാഭം കുറഞ്ഞോട്ടെ, ആൾക്കാരടിക്കട്ടെ. അതെ, കാര്യങ്ങൾ നടക്കട്ടെ. മാസം 5,000 രൂപ അടിച്ചാൽ മാത്രം മതി. 20 ലെവൽ എന്തായാലും മൈലേജും കിട്ടും. അത് നമ്മളെ കയറ്റില്ല. അതേമാതിരി നല്ല അടിപൊളി i20 ഉണ്ടല്ലോ, ന്യൂ ഷേപ്പ്. അടിപൊളി i20 ന്യൂ ഷേപ്പ്, അതും ഫുൾ ലോണില്. 2021 വണ്ടിയാണ്. 21 മോൾ i20 ഫുൾ ലോണാണ്. പൈസ മുടക്കണ്ട. ഓ, എല്ലാം ഫുൾ ലോണല്ലേ? അതെ, 21 മോളിലാണ്. നമുക്ക് 5,95,000 രൂപ കൊടുക്കാം. 5,95,000. 21 മോഡൽ വണ്ടി, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ആസ്റ്റാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഫുൾ ലോണാണ്, പൈസ മുടക്കണ്ട. എത്ര വണ്ടി ഓടിക്കണെന്നാല്? ഇത് കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിക്കണം. ഇത് പെട്രോൾ തന്നെ? പെട്രോൾ ഹൈ ക്വാളിറ്റി ഉണ്ട്. അതെ, നല്ല കിടലം ക്വാളിറ്റി പറഞ്ഞു കൊടുക്കല്ലേ? അതെ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യലോ? ഇല്ല, റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ട്. ഇത് തട്ടിയ വണ്ടിയാണ്, ചെറിയ തട്ടുള്ള വണ്ടിയാണ്. നമ്മൾ പറഞ്ഞേ കൊടുക്കുള്ളൂ. ആവശ്യക്കാര് വിളിക്കുക, അപ്പൊ നമുക്ക് ഫുൾ ഡീറ്റെയിൽ കൊടുക്കും. പറഞ്ഞ് മനസ്സിലാക്കിട്ട് വണ്ടി കൊടുക്കുള്ളൂ. അതെ, നമ്മളെ കാര്യം. അതെ. അപ്പൊ എത്ര തന്നെ? ഇത് നമ്മള് 5,95 വെക്കണം. ചോദിക്കുന്നുണ്ട് 21 വണ്ടി. 21 മോളാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്, ഫുൾ ആണ് കൊടുക്കും ചെയ്യും. ഏകദേശം ചെയ്യാം. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഒരു 15-16 ആ ലെവലില് മൈലേജും കിട്ടും. ഓര് വന്നാൽ മാത്രം മതി. ബാക്കിയുള്ള പരിപാടി നമ്മൾ ചെയ്തു അല്ലേ? അതന്നെ. അതേ പറഞ്ഞ അടിപൊളി അൾട്ടോ 800 ഉണ്ടല്ലോ, ഗ്രേ കളറ്. 2022 മോഡല് 31,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 22 മോള് 31,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. KL 24 ആണല്ലേ? അതെ. LXI LXI AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. നല്ല സൂപ്പർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, അടിപൊളിയായിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ കമ്പനി ടയറാണ്, മാറിയിട്ടില്ല. അതെ.
ആ വന്ന അതേമാർക്കാണ് ഒന്ന് കേക്ക് കുട്ടപ്പന വന്നിട്ടുള്ള വാഷ് ചെയ്തിട്ടില്ല, പോളിഷ് അടിച്ചിട്ട് വാഷ് ചെയ്തിട്ടുള്ള കേക്ക് കുട്ടപ്പനാക്കി ചൊറുക്കാക്കി നമ്മൾ വണ്ടി എടുക്കും, പോളിഷ് ഒക്കെ അടിച്ച് ചൊറുക്കാക്കി കൊടുക്കും. അതെ ഓല് വന്ന അയ്യെന്ന് പറയില്ല, അയ്യെന്ന് പറയും. അതെ പിന്നെ മൂടിട്ടാണ് കേക്ക് കുറിച്ച് പരിപാടി കണ്ടോ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഓരോ ആവശ്യങ്ങൾ എന്താ ആവശ്യം അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതെ നമുക്ക് ദോഷം വരെ ആ സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കും. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ 365 ചോദിക്കണ്ടേ? ചോദ്യം മാത്രമാണ് കുറച്ച് 25-30 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. വെറും 10,000 വണ്ടി എടുക്കാം. 23 സിൽവർ ഉണ്ട്, അതേപോലെ വൈറ്റ് ഉണ്ട് 2020. ആവശ്യക്കാരെ വിളിച്ചോട്ടെ, ഏത് വണ്ടി വിളിച്ചാൽ നമ്മൾ കൊടുക്കും. ലക്ഷറാണെ അതും കൊടുക്കും. ആശയം പറ്റല്ലേ? 10, 18, 20 എന്തായാലും മൈലേജ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചെറുപടിയെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.